നമസ്കാരം. സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ക്ഷമാപണം നടത്തി കുടുംബം. മോചനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം മാറിയെന്ന് കുടുംബം വ്യക്തമാക്കി. മകന്റെ മോചനം മാത്രമാണ് ഇപ്പോൾ ആഗ്രഹം. റഹീം നിയമസഹായ സമിതിയുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനുണ്ടായിരുന്ന വിയോജിപ്പിന് കാരണം തെറ്റിദ്ധാരണയായിരുന്നു. തെറ്റുപറ്റിയതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും റിയാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റഹീമിന്റെ മാതാവ് ഫാത്തിമ പറഞ്ഞു. റിയാദിലെ റഹീം നിയമസഹായ സമിതി വലിയ സേവനമാണ് നടത്തിയത്. റഹീം എത്രയും വേഗം തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. റഹീമിന്റെ ജയിൽ മോചനമായി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നുവെന്നും കുടുംബം അറിയിച്ചു. സൗദിയിലെത്തിയിട്ട് 15 ദിവസം കഴിഞ്ഞു. റഹീമിനെ കാണാൻ മുൻപ് 2 തവണ ശ്രമിച്ചിരുന്നെങ്കിലും സാധിച്ചില്ല. ഉംറ വിസയിലാണ് സൗദിയിലെത്തിയത്. ഉംറ നിർവഹിക്കുകയും ചെയ്തു. മകനെ ജയിലിൽ പോയി കാണാൻ സാധിച്ചതിൽ അതിയായി സന്തോഷമുണ്ടെന്ന് ഫാത്തിമ പറഞ്ഞു. കഴിഞ്ഞ 17 വർഷത്തോളം റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 1 വർഷമായി വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്ന് റഹീമിന്റെ സഹോദരൻ നസീർ പറഞ്ഞു. റഹീമിന്റെ മോചനത്തിനാവശ്യമായ തുക ശേഖരിക്കാനാണ് രേഖകൾ തങ്ങൾ പുറത്തുവിട്ടത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാക്കാതിരുന്നത്. രേഖകൾ കാണിക്കാതെ മോചനത്തിന് വലിയ തുക വേണ്ടിവരുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എങ്ങനെ കഴിയുമെന്ന് നസീർ ചോദിച്ചു. കഴിഞ്ഞ 7 മാസമായി ഉമ്മ റഹീമിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സൗദിയിലെത്തിയത്. ഈ മാസം 17-ന് കോടതി സിറ്റിംഗ് ഉള്ളതിനാൽ അതുവരെ കാത്തിരിക്കാൻ ഉമ്മയുടെ ആവശ്യപ്പെട്ടെങ്കിലും കാണണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നുവെന്നും നസീർ പറഞ്ഞു. ഒക്ടോബർ 30-നാണ് ഉമ്മയും സഹോദരനും സൗദിയിലെത്തിയത്. അബഹയിലായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത്. റഹീമിന്റെ മോചന ഹർജി പരിഗണിക്കുന്നതിനുള്ള റിയാദ് ക്രിമിനൽ കോടതിയിലെ സിറ്റിംഗ് നവംബർ 17-ന് നടക്കും. നവംബർ 21 ആയിരുന്നു നേരത്തെ കോടതി അറിയിച്ച തീയതി. പ്രതിഭാഗത്തിന്റെ അപേക്ഷ പ്രകാരമാണ് 17-ലേക്ക് മാറ്റിയത്.